പ്രിയപ്പെട്ടവരെ, ഇന്ന് 2025 ആണ്ട് ജൂൺ മാസം 8-ാം തീയതി എൻ്റെ ഗുജറാത്ത് യാത്രയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന ആ വീട്ടിലെ ഒരു ധീര ജവാനെ പറ്റി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് മേജർ ജോജി ജോസഫ്. 2005 ജൂൺ മാസം 8-ാം തീയതി ജമ്മു കാശ്മീരിലെ രജൗരിയിൽ രക്തസാക്ഷിത്വം വഹിച്ച നമ്മളുടെ അഭിമാനമായ മേജർ ജോജി ജോസഫ് 1976 ആണ്ടിൽ ജോസഫ് ലൂയിസ് ദമ്പതികളുടെ 3 ആൺമക്കളിൽ ഇളയവനായി ജനിക്കുകയും തൻ്റെ ചെറുപ്രായം തൊട്ടുള്ള ആഗ്രഹമായ രാജ്യസേവനത്തിന് വേണ്ടി തൻ്റെ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ഇന്ത്യൻ ആർമിയിൽ ചേരുകയും ചെയ്തു. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിരവധി പുരസ്കാരങ്ങൾ താൻ നേടിയെടുക്കുകയും ചെയ്തു. 2001 താൻ എത്യോപ്യയിലും UN വേണ്ടി സേവനമനുഷ്ഠിച്ചിരുന്നു. 2005 ആണ്ടിൽ താൻ രക്തസാക്ഷിത്വം വഹിക്കുമ്പോൾ എനിക്ക് ഭാര്യയും 2 പിഞ്ച് പൈതങ്ങളും ഉണ്ടായിരുന്നു. ഇന്ന് ഗുജറാത്തിൽ വിവിധ ഇടങ്ങളിൽ മേജർ ജോജി ജോസഫിൻ്റെ പേര് ആലേഖനം ചെയ്ത ശിലകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഗുജറാത്തിൽ ഗാന്ധിനഗറിൽ ധീരജവാന്മാർക്ക് വേണ്ടി ആദരമർപ്പിച്ചിരിക്കുന്ന ഒരു ശില നമ്മൾ കാണുവാനിടയായി. അവിടെ മേജർ ജോജി ജോസഫിൻ്റെ പേരും ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. തൻ്റെ മൂത്ത ജ്യേഷ്ഠ സഹോദരൻ ജെയിംസ് ജോസഫുമായി ഞാൻ ഇവിടെ കടന്നു വരികയും വളരെ നേരം ഞങ്ങൾ ആ ശിലയുടെ സമീപത്തായിരിക്കുകയും സംസാരിക്കുകയും ഒക്കെയും ചെയ്തു. രക്തസാക്ഷിത്വം വഹിച്ച് തൻ്റെ മൃതദേഹം സ്വദേശത്തേക്ക് കൊണ്ടുവരുമ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ നരേന്ദ്രമോദി, അതേപോലെ അമിത്ഷാ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കൾ തനിക്ക് ആദരമർപ്പിക്കുന്നതിന് വേണ്ടി ഭവനത്തിൽ കടന്നു വരികയും ചെയ്തിരുന്നു. ഭാരതത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച് 20 വർഷം പൂർത്തീകരിക്കുന്ന ഈ സമയത്ത് മേജർ ജോജി ജോസഫ്, ഞങ്ങൾ നിങ്ങളെ ആദരവോടുകൂടെ ബഹുമാനത്തോടെ ഓർക്കുന്നു. രാജ്യമെന്നും നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും കടപ്പെട്ടിരിക്കും. ഭാരതത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച അനേകായിരം ധീരജവാന്മാരോടൊപ്പം നിങ്ങളുടെ പേരും ഓർക്കും. ജയ് ഹിന്ദ്.